ദളപതി വിജയ് അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ അവസാന സിനിമ എന്നുകൂടി വിശേഷണമുള്ള ജനനായകൻ്റെ റിലീസ് ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടു പോവുകയാണ്. സെൻസർ ബോർഡിൻ്റെ ചില കുരുക്കുകളുണ്ട്, പിന്നെ കോടതിയുടെ ഇടപെടലുണ്ട്, പലവിധ കുണ്ടാമണ്ടികളുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ റിലീസ് എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ് തമിഴകത്തെ ഏറ്റവും വലിയ ഒരു ദാർശനിക പ്രശ്നം. ഈ പൊങ്കലിന് റിലീസാവേണ്ട പടമായിരുന്നു. ഇപ്പോൾ പൊങ്കൽ കഴിഞ്ഞിപ്പോൾ താഴെ ആ അവസ്ഥയിലും സംഗതി പടം റിലീസാവുന്നില്ല. അപ്പോൾ തമിഴിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള പുള്ളിയുടെ ആരാധകർ ഈ സിനിമ കാണാൻ കഴിയാതെ അങ്ങനെ മനസ്സ് വിഷമിച്ച്, മനസ്സം നൊന്ത് ആകെ വിഷമിച്ച് വൈക്ലഭ്യം അനുഭവിച്ച് ജീവിക്കുക. ഇങ്ങനൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ലോക്സഭയിലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി വിജയിന് വിജയാശംസകൾ നേർന്നുകൊണ്ടും ഏത് കാലത്തും കേന്ദ്ര ഗവൺമെന്റിന് ഈ പടം പിടിച്ചു വയ്ക്കാൻ പറ്റുകയില്ല, ഇതിന് ഒരു മാറ്റം അനിവാര്യമാണ് എന്നൊക്കെ സന്ദേശം അയച്ചിരിക്കും. അതിൽ തെറ്റൊന്നുമില്ല. പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമായതുകൊണ്ട്, അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സെൻസർ ബോർഡ് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അപലപിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ജനനായകൻ എന്ന സിനിമ കാണാതെ തമിഴ് മക്കളെല്ലാവരും വിഷമിച്ച് ഭീഷണരായാലും മേലോട്ട് നോക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചു. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, എത്രയോ കൊല്ലങ്ങളായി ഈ സ്റ്റാലിൻ നയിക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകവുമായിട്ട് സഖ്യത്തിലാണ് കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സഖ്യകക്ഷി തമിഴ്നാട്ടിൽ DMK ആണ്. മുമ്പ് അണ്ണാ DMK ആയിരുന്നു, ഇപ്പോൾ DMK ആണ്. DMKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി ഇപ്പോഴത്തെ നിലയ്ക്ക് ഈ വിജയ് രൂപീകരിച്ചിട്ടുള്ള TVK എന്ന് പറഞ്ഞ പാർട്ടിയാണ്. TVK ഏതൊക്കെ രീതിയിൽ പരാജയപ്പെടുത്താൻ കഴിയും എന്നാണ് സ്റ്റാലിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റാലിൻ്റെ താല്പര്യപ്രകാരമല്ല സെൻസർ ബോർഡ് പടം പിടിച്ചു വെച്ചിരിക്കുന്നത് എങ്കിൽ പോലും അതിൻ്റെ ഒരു ഗുണഭോക്താവാകാൻ സാധ്യതയുള്ള ആൾ തീർച്ചയായിട്ടും സ്റ്റാലിനാണ്. കാരണം ഈ വിജയ് എങ്ങനെയെങ്കിലും താഴ്ത്തി കെട്ടണം, അയാളുടെ പടം റിലീസാവാതിരിക്കണം, അയാളുടെ പടം ഇനി ബോക്സ് ഓഫീസിൽ പരാജയപ്പെടണം, അയാൾ തന്നെ പരാജയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് സ്റ്റാലിൻ. സ്റ്റാലിൻ്റെ താല്പര്യത്തിന് എതിരായിട്ട് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വിജയിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ നമ്മൾ അല്പം കൂടി ശ്രദ്ധിച്ച് ആലോചിച്ചാൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സ്റ്റാലിനും കോൺഗ്രസും തമ്മിൽ ഇപ്പോൾ പഴയ പോലെ ഒരു കോളില്ല. കാരണം ഈ തമിഴ്നാട് നിയമസഭയിലേക്ക് വിരലിലുണ്ടാവുന്ന സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസ് മത്സരിക്കുന്നു. അത് ജയിച്ചു കഴിഞ്ഞാൽ പോലും, മത്സരിച്ച എല്ലാ സീറ്റും ജയിച്ചാലും കേരളത്തിലെ പോലെ മുന്നണി ഭരണമല്ല. കേന്ദ്രത്തിലാണെങ്കിൽ മുന്നണി ഭരണമാണ്. കോൺഗ്രസിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ DMKക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കണം, മറ്റു പലതും കൊടുക്കണം. അവർക്ക് ഇച്ഛാനുസരണം അഴിമതി നടത്താനുള്ള സൗകര്യം അടക്കം ചെയ്തു കൊടുക്കും. നേരെ വെച്ച് തമിഴ്നാട്ടിൽ ഈ സംവിധാനമില്ല. എത്രയോ പതിറ്റാണ്ടുകളായി തമിഴ്നാട്ടിലെ കോൺഗ്രസ്സുകാരെ അധികാരത്തിന് പുറത്താണ്. അവർക്ക് അധികാരത്തിൻ്റെ ചെറിയൊരു അപ്പക്കഷ്ണം പോലും ഒരു സമയത്തും കരുണാനിധി ആവട്ടെ, MGR ആകട്ടെ, ജയലളിത ആകട്ടെ, ഇപ്പോൾ സ്റ്റാലിൻ ആകട്ടെ കൊടുക്കുന്നില്ല. അപ്പം ഇത് ഏത് കാലവും തുടരാൻ പറ്റുകയില്ല. അടുത്ത തവണ മുതൽക്ക് അധികാരത്തിൽ ഞങ്ങൾക്ക് പങ്ക് കിട്ടണം, വലിയ കഷ്ണം നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ കഷ്ണത്തിൽ ഞങ്ങൾക്ക് തരണം എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരുടെ അഭ്യർത്ഥന. പക്ഷേ സ്റ്റാലിൻ ഇത് മൈൻഡ് ചെയ്തില്ല. സ്റ്റാലിൻ പറയുന്നത് തമിഴ്നാട്ടിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു പരിപാടിയില്ല, ഇത് മുഴുവൻ ഞങ്ങൾ തന്നെ എടുക്കും, നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ബദൽ എന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി വിജയുടെ നേതൃത്വത്തിൽ TVK അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസും അവരും തമ്മിലൊരു തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാകുകയാണെങ്കിൽ, കോൺഗ്രസ്സുകാർ കുറച്ച് പേര് ജയിക്കുകയാണെങ്കിൽ വിജയ് ഇവരെ കൂടി മന്ത്രിസഭയിൽ എടുക്കും എന്നാണ് പാവപ്പെട്ട തമിഴ്നാട്ടിലെ കോൺഗ്രസ്സുകാർ വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വളരെ ബുദ്ധിപൂർവ്വം ഈ ജനനായകൻ സിനിമയുടെ റിലീസ് വൈകുന്നതിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിക്കൊണ്ട് സന്ദേശം അയച്ചിട്ടുള്ളത്. ഇതൊക്കെ എവിടം വരെ പോകും എന്ന കാര്യത്തിൽ വളരെ സംശയമുണ്ട്. കാരണം ഈ ദീർഘകാലമായിട്ടുള്ള ഒരു സഖ്യകക്ഷിയാണ് DMK. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് സ്റ്റാലിനെ ധിക്കരിച്ചുകൊണ്ട് വിജയവുമായി കൂട്ടുചേരാനാണ് കോൺഗ്രസിൻ്റെ ഭാവം. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സ്റ്റാലിൻ തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചോദ്യം. അതിനേക്കാൾ വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, കോൺഗ്രസ് സ്റ്റാലിനെ ഡൈവോഴ്സ് ചെയ്യാൻ കാത്തു നിൽക്കുകയാണ് BJP. അടുത്ത മുഹൂർത്തത്തിൽ അവർ സ്റ്റാലിനുമായിട്ടുള്ള ബാന്ധവം ഉറപ്പിക്കും. അപ്പോൾ നഷ്ടക്കച്ചവടം ആർക്കായിരിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയാൽ മതി. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ബുദ്ധിയാണ് ബുദ്ധി. ഇതുപോലെയുള്ള ബുദ്ധി അദ്ദേഹം സമയാസമയങ്ങളിൽ പ്രയോഗിക്കുന്നതുകൊണ്ടാണ് കേന്ദ്രത്തിൽ BJPയുടെ സർക്കാർ ഇപ്പോഴും യാതൊരു
ഊനവും തട്ടാതെ യാതൊരു തകരാറ് സംഭവിക്കാതെ വളരെ സുധീരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.